എല്ലാ കൂട്ടുകാർക്കും എജു ടിപ്പിലേക്ക് സ്വാഗതം. 30/12/2020 നടന്ന RRB NTPC പരീക്ഷയുടെ GK അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, മാക്സിമം സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ 250. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യയാണ് 250. 250 ആൾക്കാരിൽ 12 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സാണ്. പ്രസിഡന്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്. രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 80. ലോക്സഭ 81. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യയാണ് 552. ഒരിക്കൽ കൂടി, രാജ്യസഭ ആർട്ടിക്കിൾ 80, ലോക്സഭ ആർട്ടിക്കിൾ 81, രാജ്യസഭ മാക്സിമം സ്ട്രെങ്ത് 250, ലോക്സഭ മാക്സിമം സ്ട്രെങ്ത് 552. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ്? കേരള. ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരള. 93.1% കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. സാക്ഷരത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ബീഹാർ. 63.82% ബീഹാറിൻ്റെ സാക്ഷരതാ നിരക്ക്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 74%. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 74%. The first session of INC conducted in 28-31 December 1885, ബോംബെ. INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1885 ഡിസംബർ 28-നാണ്. ബോംബെയിൽ WC ബാനർജിയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ RRBയുടെ എല്ലാ എക്സാംസും നോക്കുകയാണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും INCയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം കൂട്ടുകാർ നല്ലപോലെ പഠിക്കുക. അതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോജക്റ്റ്? അടൽ ബിഹാരി വാജ്പേയി. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റ് ഒരു ഹൈവേ പ്രോജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ നഗരങ്ങളാണ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ. ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൽ ഓപ്ഷൻസിൽ ഈ 4 നഗരങ്ങളും തന്നിട്ട് 4 സിറ്റീസും തന്നിട്ട് അടുത്തൊരു സിറ്റീസ് മാറ്റും. മിക്കവാറും ആ ഓപ്ഷനിൽ ബാംഗ്ലൂർ കൊണ്ടുവെക്കും. ചെന്നൈക്ക് പകരം ബാംഗ്ലൂർ കൊണ്ടുവെക്കും. അപ്പോൾ ഒന്ന് ഓർക്കുക, ബാംഗ്ലൂർ സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന നഗരമല്ല. സുവർണ ചതുഷ്കോണം പദ്ധതിയിൽ ഉൾപ്പെടുന്ന നഗരങ്ങളാണ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ. ബാംഗ്ലൂർ അതിൽ ഉൾപ്പെടുന്നതല്ല. സുവർണ ചതുഷ്കോണം പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച്ഡ് ഓൺ 2 ഒക്ടോബർ 2014. 2014 ഒക്ടോബർ 2-നാണ് സ്വച്ഛ് ഭാരത് മിഷൻ നിലവിൽ വരുന്നത്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ട്രീൻ ഓഫ് ലാബ്സ്? ലോർഡ് ഡെൽഹൌസി. 1848 ലോർഡ് ഡെൽഹൌസി നടപ്പിലാക്കിയതാണ് ദത്തവകാശ നിരോധന നിയമം. 1859 ഈ നിയമം ലോർഡ് കാനിങ് പിൻവലിക്കുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കാനിങ്. വെർനാക്കുലർ പ്രസ് ആക്ട് ലോർഡ് ലിട്ടൺ. റൗലറ്റ് ആക്ട് ചാൾസ്ഫോർഡ്. ഓഗസ്റ്റ് ഓഫർ ലോർഡ് ലിൻലിത്ഗോ. ഫസ്റ്റ് റെഗുലർ സെൻസസ് ലോർഡ് റിപ്പൺ. ഇതുകൂടി ഓർത്തു വെക്കുക. ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ബിഗിൻ ഇൻ 1962. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ 1962 മുതലാണ് ആരംഭിച്ചത്. ISR രൂപീകൃതമായത് 1969. നിലവിൽ ISR ചെയർമാൻ K. ശിവൻ. യൂണിറ്റ് ഓഫ് വർക്ക് ന്യൂട്ടൺ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ. വിച്ച് പാർട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് കംസ്? പാർട്ട് 3. പാർട്ട് 3-ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്.
ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഫോർമുല ഓഫ് മീഥെയിൻ CH4. മീഥെയിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് CH4. അടുത്ത ചോദ്യം, വിച്ച് കംസ് അണ്ടർ ടെർഷ്യറി സെക്ടർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തിക മേഖലയെ മെയിനായിട്ട് 3 സെക്ടേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. അവിടെ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫാമിംഗ്, ഫിഷിംഗ്, അഗ്രികൾച്ചർ, മൈനിങ്, ഇതൊക്കെ പ്രൈമറി സെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖല. പ്രാഥമിക മേഖല അതായത് പ്രൈമറി സെക്ടറിലെ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെക്കൻഡറി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഏരിയയാണ് സെക്കൻഡറി സെക്ടർ. ഈ പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും ഉണ്ടായ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് വിതരണം ചെയ്യാനും അതിനെ ഒരു സർവീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ടെർഷ്യറി സെക്ടർ. ടെർഷ്യറി സെക്ടറിനെ നമ്മൾ എന്താ പറയുക, സർവീസ് സെക്ടർ എന്നും കൂടെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒക്യുപ്പേഷൻ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ട്രേഡ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ബാങ്കിങ്, ഇതെല്ലാം ടെർഷ്യറി സെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രൈമറി സെക്ടർ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ പ്രൈമറി സെക്ടറിലെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പുതിയ പ്രോഡക്റ്റാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ഈ പ്രൈമറി സെക്ടറിലെയും സെക്കൻഡറി സെക്ടറിലെയും പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയയാണ് ടെർഷ്യറി സെക്ടർ, അതായത് സർവീസ് സെക്ടറാണ് ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത്. ടോട്ടൽ മെമ്പർ ഓഫ് സാർക്ക് 8. സാർക്കിലെ അംഗങ്ങളുടെ എണ്ണം 8. ഇതിന് മുന്നത്തെ ഷിഫ്റ്റിൽ സാർക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സാർക്കിലെ അംഗമല്ലാത്ത രാജ്യം ഏതെന്നായിരുന്നു ആ ചോദ്യം. ഇത് സാർക്കിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 8 അംഗങ്ങളാണ് ഉള്ളത്. 1985 സാർക്ക് നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു, നേപ്പാൾ. സാർക്കിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള ചൈനയും മ്യാൻമറും ഒഴികെയുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളും സാർക്കിൽ മെമ്പേഴ്സാണ്. വീറ്റോ പവർ ഈസ് ഇൻ ഹാൻഡ്സ് ഓഫ് ഹൗ മെനി കൺട്രീസ്? 5. വീറ്റോ അധികാരമുള്ള UN-ൽ വീറ്റോ അധികാരമുള്ള എത്ര രാജ്യങ്ങളാണുള്ളത്? 5 രാജ്യങ്ങളാണുള്ളത്. The United Nations Security Council veto power refers to the power of the 5 permanent members of the UN Security Council. UN Security Council സ്ഥിര അംഗത്വമുള്ള 5 രാജ്യങ്ങൾക്കാണ് എന്തിനുള്ള അധികാരമുള്ളത്? വീറ്റോ പവറിനുള്ള അധികാരമുള്ളത്. വീറ്റോ അധികാരം ആ 5 സ്ഥിരാംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ 5 സ്ഥിരാംഗങ്ങളാണ് UK, US, റഷ്യ, ചൈന ആൻഡ് ഫ്രാൻസ്. Nobel Prize is given how many field? 6. 6 മേഖലകളിലാണ് നൊബൽ പ്രൈസ് നൽകുന്നത്. 2020 നോബൽ പ്രൈസ് വിന്നേഴ്സാണ് ഫിസിക്സിൽ റോജർ പെൻറോസ്, റെയിൻഹാൻഡ് ജെൻസൺ, ആൻഡ്രിയ ഗെസ്. കെമിസ്ട്രിയിൽ ഇമ്മാനുവൽ കാർപ്പൻ്റർ, ജെനിഫർ എ ഡൗട്ട്ന. മെഡിസിനിൽ ഹാർവി ജെ അൾട്ടർ, ചാൾസ് എം റൈസ്, മൈക്കിൾ ഹൗട്ടൺ. പീസ് പ്രൈസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. ലിറ്ററേച്ചർ ലൂയിസ് ഗ്ലക്ക്. എക്കണോമിക്സ് പോൾ ആർ മിൽഗ്രാം, റോബർട്ട് ബി വിൽസൺ എന്നിവർക്കാണ് ലഭിച്ചത്. പ്രസിഡന്റ് ഓഫ് INC സെഷൻ ഇൻ 1931 സർദാർ വല്ലഭായ് പട്ടേൽ. 1931 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 1929 നെഹ്റു, 1938 സുഭാഷ് ചന്ദ്രബോസ്. നെഹ്റു ലാഹോർ സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് 1929. സുഭാഷ് ചന്ദ്രബോസ് ഹരിപുര സെഷനിലാണ് 1938 ഹരിപുര സെഷനിലാണ് അധ്യക്ഷത വഹിക്കുന്നത്.
Full form of OLED, Organic Light Emitting Diode. TFT, Thin Film Transistor. CRT, Cathode Ray Tube. LED, Light Emitting Diode. VDU, Visual Display Unit. Aryabhatta launched on 1975. 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. 1981 ആപ്പിൾ വിക്ഷേപിക്കുന്നത്. 22 ഒക്ടോബർ 2008 ചന്ദ്രയാൻ 1 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നു. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിക്കുന്നത്. കുടുംബശ്രീ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കേരള. Boiling point of water 100 degrees Celsius or 373.15 Kelvin. Which is the newest nuclear power plant? കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. 2013 തമിഴ്നാട്ടിലാണ് കൂടംകുളം പദ്ധതി നിലവിൽ വരുന്നത്. ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് താരാപൂർ മഹാരാഷ്ട്ര. 1969 താരാപൂർ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്. കൈഗ കർണാടക, കാക്രാപാറ ഗുജറാത്ത്, കൽപ്പാക്കം തമിഴ്നാടു. തീം ഓഫ് എൻവയോൺമെന്റ് ഡേ 2019 ബീറ്റ് എയർ പൊല്യൂഷൻ. തീം ഇൻ 2020 ബയോഡൈവേഴ്സിറ്റി, വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ May 22. തീം ഓഫ് എൻവയോൺമെന്റ് ഡേ 2019 ബീറ്റ് എയർ പൊല്യൂഷൻ. 2019 പ്രകൃതി ദിനത്തിൻ്റെ പ്രമേയമാണ് ബീറ്റ് എയർ പൊല്യൂഷൻ. 2020 പ്രമേയം ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ദിനമായി ആചരിക്കുന്നത് മെയ് 22. 2019 ബയോഡൈവേഴ്സിറ്റി ഡേയുടെ തീമാണ് ഔർ ബയോഡൈവേഴ്സിറ്റി, ഔർ ഫുഡ്, ഔർ ഹെൽത്ത്. 2020 പ്രമേയം ഔർ സൊല്യൂഷൻ ആർ ഇൻ നേച്ചർ. വേൾഡ് എർത്ത് ഡേ ഏപ്രിൽ 22. വേൾഡ് എർത്ത് ഡേയുടെ 2019 തീമാണ് പ്രൊട്ടക്റ്റ് അവർ സ്പീഷീസ്. 2020 ക്ലൈമറ്റ് ആക്ഷൻ. വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22. 2019 തീമാണ് ലിവിങ് നോ വൺ ബിഹൈൻഡ്. 2020 തീമാണ് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇന്റർനാഷണൽ ഡേ ഫോർ ഫോറസ്റ്റ് മാർച്ച് 21. 2019 വനദിനത്തിൻ്റെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. 2020 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഇന്റർനാഷണൽ വുമൺ ഡേ മാർച്ച് 8. 2019 വനിതാ ദിനത്തിൻ്റെ പ്രമേയമാണ് തിങ്ക് ഈക്വൽ, ബിൽഡ് സ്മാർട്ട്, ഇന്നോവേറ്റ് ഫോർ ചേഞ്ച്. 2020 പ്രമേയം ഐ ആം ജനറേഷൻ ഇക്വാലിറ്റി. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും കൂട്ടുകാർ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഓൺ ഡ്രിങ്കിങ് വാട്ടർ? കാർബൺ ഡയോക്സൈഡ്. ഡ്രിങ്കിങ് വാട്ടറിൽ യൂസ് ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന ലോഞ്ച്ഡ് ഓൺ 22 ജാനുവരി 2015. നേരത്തെ നമ്മൾ സ്വച്ഛ് ഭാരത് മിഷൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ് പഠിച്ചു അല്ലേ? 2 ഒക്ടോബർ 2014 സ്വച്ഛ് ഭാരത് മിഷൻ. ഇത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന ലോഞ്ച് ചെയ്തത് 22 ജാനുവരി 2015. മേക്ക് ഇൻ ഇന്ത്യ 25 സെപ്റ്റംബർ 2014. 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജന 28 ഓഗസ്റ്റ് 2014. ഡിജിറ്റൽ ഇന്ത്യ 21 ഓഗസ്റ്റ് 2014. സ്റ്റാർട്ടപ്പ് ഇന്ത്യ 5 ഏപ്രിൽ 2016. മുദ്ര ബാങ്ക് യോജന 8 ഏപ്രിൽ 2015. സുകന്യ സമൃദ്ധി യോജന 22 ജാനുവരി 2015.
ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട യോജനാസിൻ്റെ ഡേറ്റുകളൊക്കെ ഓർത്തു വെക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സയൻറ്റിഫിക് നെയിം ഓഫ് ബനിയൻ ട്രീ, ഫൈക്കസ് ബംഗാളെൻസിസ്. ബനിയൻ ട്രീയുടെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളെൻസിസ്. അതുപോലെ നീം, വേപ്പിൻ്റെത് അസാഡിക്റ്റ ഇൻഡിക്ക. സാഫ്രോൺ, ക്രോക്കസ് സെറ്റൈവസ്. കോട്ടൺ, ഗോസിപ്പിയം ഹെർബേഷ്യം. തുളസി, ഒസിമം സാങ്ക്ടം. സൺഫ്ലവർ, ഹീലിയാന്തസ് ആനസ്. പീപ്പൽ, ഫൈക്കസ് റിലീജിയോസ. ടീ, കമേലിയ സൈനൻസിസ്. മാംഗോ, മാഞ്ചിഫറ ഇൻഡിക്ക. ആപ്പിൾ, മാലുസ് ഡൊമസ്റ്റിക്ക. അടുത്ത ചോദ്യം, ഫസ്റ്റ് നോവൽ ഓഫ് ആർ കെ നാരായൺ. ആർ കെ നാരായണൻ്റെ ആദ്യത്തെ നോവലാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് മാൽഗുഡി ഡേയ്സ്, ബാച്ചിലർ ഓഫ് ആർട്സ്, ദ ഇംഗ്ലീഷ് ടീച്ചർ. കൊല്ലേരു ലേക്ക് സിറ്റുവേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കുച്ചിപ്പുടി ഈസ് ദ ഒഫീഷ്യൽ ഡാൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക നൃത്തരൂപമാണ് കുച്ചിപ്പുടി. സാത്രിയ ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? അസമിലെയാണ്. ഭരതനാട്യം തമിഴ്നാടു, കഥക് ഉത്തർപ്രദേശ്, ദാണ്ടിയ രാസ്ലീല ഗർഭ ഗുജറാത്ത്, തമാശ മഹാരാഷ്ട്ര. വെന്യൂ ഓഫ് സമ്മർ ഒളിമ്പിക്സ് 2021 ടോക്കിയോ, ജപ്പാൻ. 2021 സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ടോക്കിയോ, ജപ്പാൻ. 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്. 2022 വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് ബെയ്ജിംഗ്, ചൈന. ഭാരതരത്ന അവാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1954. 1954 മുതലാണ് ഭാരതരത്ന പുരസ്കാരം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്. ഫസ്റ്റ് അവാർഡ് ടു സർവേപ്പള്ളി രാധാകൃഷ്ണൻ, സി രാജഗോപാലാചാരി, സി വി രാമൻ. ഇവർക്ക് 3 പേർക്കുമാണ് ആദ്യത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത്. ഇതിൽ ആദ്യം ലഭിച്ചത് സി രാജഗോപാലാചാരിക്കാണ്. ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക് മാർക്ക് സുക്കൻബർഗ്. 2004 ഫേസ്ബുക്ക് നിലവിൽ വരുന്നത്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ മാർക്ക് സുക്കൻബർഗ്. ട്വിറ്റർ ജാക്ക് ഡോർഡെ, ഇവാൻ വില്യംസ്. ആൽഫബറ്റ് ലാറി പേജ്, സെർജി ബ്രിൻ. www.Tim Berners-Lee. ഗൂഗിൾ സെർജി ബ്രിൻ ആൻഡ് ലാറി പേജ്. വാട്സപ്പ് ജാൻകും ആൻഡ് ബ്രെയിൻ ആങ്ടൺ. ഇൻസ്റ്റാഗ്രാം കെവിൻ സിസ്ട്രോം ആൻഡ് മൈക്ക് ക്രിഗർ. കൺസ്ട്രക്ഷൻ ഓഫ് താജ്മഹൽ സ്റ്റാർട്ടഡ് ഓൺ 1632. 1632 മുതലാണ് താജ്മഹലിൻ്റെ പണി ആരംഭിക്കുന്നത്. ആർക്കിടെക്ട് ഉസ്താദ് അഹമ്മദ് ലഹോറി. താജ്മഹലിൻ്റെ ശില്പിയാണ് ഉസ്താദ് അഹമ്മദ് ലഹോറി. ഫൗണ്ടർ ഓഫ് ഗദ്ദാർ സോഹൻ സിംഗ് ബക്കൻ, ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകരാണ് സോഹൻ സിംഗ് ബക്കൻ, ലാല ഹർദയാൽ. 1913 ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നത്. ഗദ്ദാർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. 1919 റൗലറ്റ് നിയമം നിലവിൽ വരുന്നത്. ബർദോളി സത്യാഗ്രഹ 1928. പത്മ അവാർഡ്സുകൾ ഏർപ്പെടുത്തി തുടങ്ങിയത് 1954 മുതലാണ്. അടുത്ത ചോദ്യം, സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. 1665 അദ്ദേഹം കോശം കണ്ടുപിടിക്കുന്നത്. ഹൗ മെനി ടൈംസ് ആംഗ്ലോ മൈസൂർ വാർ ടേക്ക് പ്ലേസ്? 4 ടൈംസ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 തവണ നടന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് കവർ ഏരിയ ഇൻ ഇന്ത്യ 24.56%. 24.56% ഇന്ത്യയുടെ വനവിസ്തൃതി. ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്,
ഏറ്റവും കുറവ് വനമുള്ളത് ഹരിയാന. ലെങ്ത് ഓഫ് കോസ്റ്റൽ ലൈൻ ഇൻ ഇന്ത്യ 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യമാണ് 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തിയാണ് 15106.7 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും കുറവ് കടൽത്തീരം ഗോവ. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽത്തീരമുണ്ട്. ഓതർ ഓഫ് റിപ്പബ്ലിക് പ്ലേറ്റോ. പ്ലേറ്റോയുടെ പുസ്തകമാണ് റിപ്പബ്ലിക്. വിച്ച് യോജന എൻറ്റേർഡ് ഇൻ ടു ഗിന്നസ് വേൾഡ് റെക്കോർഡ്? പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഓതർ ഓഫ് മൃച്ഛകടിക സുദ്ദരക്. മൃച്ഛകടിക എഴുതിയത് സുദ്ദരക്. ഓതർ ഓഫ് മരീചിക ഗ്യാൻ ചതുർവേദി. മരീചിക എന്ന പുസ്തകം എഴുതിയത് ഗ്യാൻ ചതുർവേദി. ചെയർമാൻ ഓഫ് 15th ഫിനാൻസ് കമ്മീഷൻ. 2020 മുതൽ 2025 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. 14th ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് YV റെഡ്ഡി. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് KC നിയോഗി. 21st ലോ കമ്മീഷനാണ് ജസ്റ്റിസ് ബൽബീർ സിംഗ് ചൗഹാൻ. നിലവിൽ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. Who was the Governor General in 1912? ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ്. 1912 ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ. ഇവിടെ കുറച്ച് ഗവർണർ ജനറൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാരത് നോക്കിയിട്ട് പോവാം. ഡൗൺഫോൾ ഓഫ് മൗണ്ടെയിൻ ഈസ് നോൺ ആസ് സിൻക്ലൈൻസ്. മൗണ്ടെയിൻസിൻ്റെ താഴ്ഭാഗം അറിയപ്പെടുന്ന പേരാണ് സിൻക്ലൈൻസ്. അപ്വേർഡ് പോർഷനെ ആൻറ്റിക്ലൈൻസ് എന്നും അറിയപ്പെടുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് OECD ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. OECD ആസ്ഥാനം പാരീസ്. WHO ജനീവ, WTO ജനീവ, യൂണിസെഫ് ന്യൂയോർക്ക്. ബെറിംഗ് സ്ട്രെയ്റ്റ് ഡിവൈഡഡ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് USA. റഷ്യയും USAയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക് കടലിടുക്ക്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ചാനൽ. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്ന പാസേജാണ് ഡെങ്കൻ പാസേജ്. ലിറ്റിൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ. പോളിത്തീൻ ഈസ് എ പോളിമർ ഓഫ് എത്തിലീൻ. എത്തിലീൻ്റെ പോളിമറാണ് പോളിത്തീൻ. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോൾഡ്? കർണാടക. സ്വർണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. സിൽവർ രാജസ്ഥാൻ, കോപ്പറും ഡയമണ്ടും മധ്യപ്രദേശ്, യുറേനിയം ആന്ധ്രാപ്രദേശ്, അയൺ, നിക്കൽ, മാംഗനീസ്, ക്രോമിയം, ബോക്സൈറ്റ് എന്നിവ ഒഡീഷയിലുമാണ് ഉൽപ്പാദനം കൂടുതൽ. തോറിയത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ആൻ ഇന്ത്യാസ് ഓഗുമെന്റഡ് സാറ്റലൈറ്റ് സിസ്റ്റം ടു സ്റ്റഡി ദ എർത്ത് ഇൻ 2018? IRNSS നാവിക്. GPS സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ് IRNSS നാവിക്. ബർദോളി സത്യാഗ്രഹ held in 1928.
1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. സതി ഇ പ്രോഗ്രാം റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സതി ഇ പ്രോഗ്രാം. 2018 ഈ പ്രോഗ്രാം നിലവിൽ വരുന്നത്. DHCP ഫുൾ ഫോം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. DHCPയുടെ പൂർണ്ണരൂപമാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻ ഇന്ത്യ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറാണ് അപ്സര. സോജില പാസ് ലൊക്കേറ്റഡ് ഇൻ ലഡാക്ക്. സോജില പാസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ജലപ്ല നാതുല പാസ് സിക്കിം. ഷിപ്കില ഹിമാചൽ പ്രദേശ്. റോഹ്താങ് ഹിമാചൽ പ്രദേശ്. ട്രാക്ക് ബോൾ ഈസ് വാട്ട് കൈൻഡ് ഓഫ് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ്. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. അതുപോലെ ലൈറ്റ് പെൻ, സ്കാനർ, ബാർകോഡ്, ഡിജിറ്റൈസർ, OCR, മൗസ്, കീബോർഡ് ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. ബ്രിഡ്ജ് കണക്ട് ബിറ്റ്വീൻ അസം ആൻഡ് അരുണാചൽ പ്രദേശ്. ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. അസമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ അക്രോസ് ലോഹിത് റിവർ. ലോഹിത് നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജാണ് ഭൂപൻ ഹസാരിക ബ്രിഡ്ജ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ബോഗിബിൽ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ബോഗിബിൽ പാലം അസമിലാണ്. നിപ വൈറസ് ഔട്ട്ബ്രേക്ക് ഫസ്റ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കേരള. നിപ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയുടെ കേസിലാണ് കേട്ടോ. ക്യാപിറ്റൽ ഓഫ് സൗത്ത് ആഫ്രിക്ക പ്രെട്ടോറിയ. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലാണ് പ്രെട്ടോറിയ. തെലങ്കാന ഫോംഡ് ഇൻ 2 ജൂൺ 2014. 2014 ജൂൺ 2 തെലങ്കാന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. 1 KB ഈസ് ഈക്വൽ ടു 1024 ബൈറ്റ്സ്. 1024 ബൈറ്റ്സ് 1 KBക്ക് തുല്യമാണ്. ചൈൽഡ്ഹുഡ് നെയിം ഓഫ് ഭഗവാൻ മഹാവീര വർദ്ധമാന. വർദ്ധമാന എന്നതാണ് ഭഗവാൻ മഹാവീരയുടെ ബാല്യകാല നാമം. ISRO സാറ്റലൈറ്റ് ടു സ്റ്റഡി ദ ഔട്ടർ പോർഷൻ ഓഫ് സൺ. ആദിത്യ L1. സൂര്യൻ്റെ ഔട്ടർ പോർഷനെ കുറിച്ച് പഠിക്കുന്നതിനായി ISRO നിർമ്മിച്ച സാറ്റലൈറ്റാണ് ആദിത്യ L1. ഡച്ചിംഗാം നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഗുൽമാർഗ്. ജമ്മു കാശ്മീരിലുള്ള മറ്റൊരു നാഷണൽ പാർക്കാണ് സലീം അലി നാഷണൽ പാർക്ക്. വിച്ച് വൺ ഓഫ് ദിസ് ഈസ് നോട്ട് എ മെറ്റലോയിഡ്? മെറ്റലോയിഡ്സ് പ്രധാനമായും 6 ഉള്ളത്. ബോറോൺ, സിലിക്കോൺ, ജെർമേനിയം, ആർസെനിക്, ആൻറ്റിമണി ആൻഡ് ടെലൂറിയം. ഇത്രയും എലമെൻറ്റ്സ് ആണ് മെറ്റലോയിഡ്സ് എന്നറിയപ്പെടുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് ഹാവ് ബൈക്കാമറൽ സിസ്റ്റം? ഇന്ത്യയിൽ ബൈക്കാമറൽ സിസ്റ്റം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക ആൻഡ് മഹാരാഷ്ട്ര. ആകെ 6 സംസ്ഥാനങ്ങളിലാണ് ബൈക്കാമറൽ സിസ്റ്റം ഉള്ളത്. വെന്യൂ ഓഫ് 2022 കോമൺവെൽത്ത് ഗെയിം ബ്രിംഗ്ഹാം, ഇംഗ്ലണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിമിൻ്റെ വേദിയാണ് ബ്രിമിംഗ്ഹാം, ഇംഗ്ലണ്ട്.
ബിഗ് ബാങ് തിയറി ഇൻവെൻറ്റഡ് ബൈ ജോർജസ് ലെമറ്റയർ. 1927 ജോമസ് ലെമറ്റയർ ബിഗ് ബാങ് തിയറി കണ്ടുപിടിക്കുന്നത്. ഫാദർ ഓഫ് ജോഗ്രഫി ഹെക്ടാറ്റസ്. ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഹെക്ടാറ്റസ് ആണ്. ഇതോടുകൂടി എജ്യൂടിപ്പിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.